വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണുമ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടത് ഈ ഇതുപോലെ, അതായത് നമ്മുടെ കോട്ട ഫാബ്രിക്കിലെ ബ്ലോക്ക് പ്രിന്റും ഹെവി ആയിട്ട് യോക്ക് പോർഷനിലെ ഈ ഒരു ലേസ് വർക്ക്, ക്രോഷോ ലേസ് പോലത്തെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ കുറച്ചുകൂടെ, അതായത് ഇത് കുറച്ചുകൂടെ അടുത്താണ് ഈ ഒരു ഇതുണ്ട്, ഈ ഒരു ഗ്യാപ്പ് വർക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടത് കുറച്ചുകൂടെ അകന്നാണ് ആ ഒരു ലേസ് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. കളേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് തോന്നുന്നു. കുറെ അധികം കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ബ്ലൂവിന്റെ തന്നെ 2 ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുക. സെയിം പാറ്റേണിൽ തന്നെ ഇതുണ്ടോ, ഹെവി ആയിട്ട് ആ ഒരു ഇതുണ്ടോ, ആ ഒരു ക്രോഷോ ലേസ് പാറ്റേൺ ആണ് എൻ്റെ യോക്കിൽ ചെയ്തേക്കുക. ബാലൻസ് ഏരിയയിൽ ബ്ലോക്ക് പ്രിന്റ് കൊടുത്തേക്കുന്നു. ദുപ്പട്ട വന്നിട്ടും കോട്ട ഫാബ്രിക്കിൽ തന്നെ ഇതേപോലെ ഡബിൾ ഷെയ്ഡും ആപ്ലിക് പാറ്റേണും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് തന്നെ അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല, രണ്ടും ഒരേ ഒരു കളർ ഷെയ്ഡ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ ഒരു ആപ്ലിക്, ആ ഒരു ലേസിൻ്റെ തന്നെ വർക്ക് ചെയ്തേക്കുന്നു. PV സിൽക്ക് ഫാബ്രിക്കിലാണ് ബോട്ടം. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. ഇതും ബ്ലൂവിൻ്റെ തന്നെ, മുന്നേ കണ്ടത് വേറൊരു കൈൻഡ് ഓഫ് ബ്ലൂ ആയിരുന്നു. ഇത് അടുത്തത് കുറച്ചും കൂടെ നെവി ബ്ലൂ ബ്ലണ്ട് പോലെ നിൽക്കുന്ന ഷെയ്ഡാണ്. ബാക്കിലും ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ യോക്ക് സ്റ്റൈലിൽ ആ ഒരു തിക്ക് ക്രോഷോ ലേസ്, ദുപ്പട്ടയിലെ ആപ്ലിക്, അതായത് ഇടയ്ക്കൂടെ എല്ലാം ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് ബ്ലോക്ക് പ്രിന്റും ഡബിൾ ഷെയ്ഡ് പാറ്റേണുമാണ്. PV സിൽക്ക് ബോട്ടമാണ് വെയർ ചെയ്തേക്കുക. കളർ ഷെയ്ഡ് മൂന്നും ഏതാണ്ട് ചെറിയ ഓൾമോസ്റ്റ് ബ്ലൂവിന്റെ ഷെയ്ഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ 3 ഷെയ്ഡ്സും ഒരുപോലെ കാണിച്ചത്. നല്ല വിഡ്ത്തും ഉണ്ട്, ലെങ്തും ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് പാറ്റേൺ ആണ്. യൂഷ്വലി ഈ കോട്ടയിൽ എപ്പോഴും ബ്ലോക്ക് പ്രിന്റ് ആയിരിക്കും വരിക. യോക്കിലെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പാച്ചോ മിറർ വർക്ക് ഒക്കെ. ഇതിലിപ്പം ഹെവി ആയിട്ട് ക്രോഷോ ലേസ് ആണ്. ആൻഡ് ദുപ്പട്ടയിലും ആപ്ലിക് പാറ്റേൺ ചെയ്തേക്കുന്നു. ഇതാണ് ഓവറോൾ ലുക്ക്. ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. നമുക്കൊരു റെഗുലർ വിയർ സ്റ്റൈലിലൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കോട്ട എപ്പോഴും തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ്. അത് പല സ്റ്റൈൽസിലാണ് നമ്മൾ കോട്ട കാണാറുള്ളത്. ഇതാണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു 2 ടോൺ ഷെയ്ഡ്സ് ആണ്. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് എല്ലാത്തിലും കൊടുത്തേക്കുക. ടോപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഷെയ്ഡ് പാറ്റേണിൽ ഡബിൾ ഷെയ്ഡ് വന്നിരിക്കുന്നു. ദുപ്പട്ടയിൽ വരുമ്പോൾ വെർട്ടിക്കൽ സ്റ്റൈലിലാണ് ആ ഒരു 2 കളർ വരുന്നതിന്റെ ഇടയ്ക്കൂടെ ഇതുപോലെ ആപ്ലിക് വർക്ക്, PV സിൽക്ക് ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു യെല്ലോയും ഡാർക്ക് ക്രീമിന്റെയും ഒരു ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുക. ഹെവി ക്രോഷോ ലേസ് വരുന്ന ഇതുണ്ട്, യോക്ക് വിത്ത് ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ. നിങ്ങൾ ജസ്റ്റ് ഇനി കളേഴ്സ് നോക്കുക, പാറ്റേൺസ് സെയിം തന്നെയാണ്. ആൻഡ് 2 ടോൺ ഷെയ്ഡ് വരുന്ന PV സിൽക്ക് ബോട്ടം. റേറ്റ് 1380 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതൊരു ബീറ്റ്റൂട്ട് റെഡ് പോലത്തെ ഒരു ഷെയ്ഡും പീച്ചിന്റെ ഒരു ഷെയ്ഡുമാണ് ഇതിൽ കൊടുത്തേക്കുക. ഡബിൾ ഷെയ്ഡ് സ്റ്റൈലിൽ. ഈ ക്രോഷോ ലേസിൽ ചിലതിൽ ഈ ഒരു ഗ്യാപ്പ് ഡിഫറൻസ്, അതായത് ഈ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇച്ചിരി വൈഡ് ആയിട്ടായിരിക്കും. ചിലതിൽ വളരെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെയാണ് ആ ഒരു ഗ്യാപ്പ് കൊടുത്തേക്കുക. ഒരുപാട് കളർ ഷെയ്ഡ്സ് ആണ് ഇങ്ങനത്തെ സെറ്റിൽ വന്നേക്കുന്നത്. ഇത് വരും ഓവറോൾ ലുക്ക്. ഇത് വരുമ്പം ലാവൻഡറിന്റെയും വയലറ്റിന്റെയും കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക്. ദുപ്പട്ടയിൽ ഇടയ്ക്കൂടെ എല്ലാ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇങ്ങനെ ക്രോഷോ ലേസ് വർക്ക് ചെയ്തേക്കുന്നത്. ഒരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ അമ്മമാർക്കും പിന്നെ പിള്ളേരുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒരുപാട് കളർ ഓപ്ഷൻസ് ആണ്. റേറ്റ് സെയിം. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിലൊരു ഗ്രീനിന്റെ ഷെയ്ഡ്സുകളാണ് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്